മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 14. ഈ കർത്താവായ ഈശോ മിശിഹായെ ധരിക്കുവിൻ, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. നാം എപ്രകാരം ചിന്തിക്കുന്നുവോ അതിനനുസരണമായി നമ്മുടെ പ്രവൃത്തികളും ഉണ്ടാകും. വിശുദ്ധ ചിന്തകൾ വിശുദ്ധ ജീവിതത്തെ രൂപപ്പെടുത്തും. ചിന്തകൾ ദിവാസ്വപ്നമായും പ്രവൃത്തിയായും കാലാന്തരത്തിൽ പതിവായും പിന്നീട് സ്വഭാവമായും തീരും. തൽഫലമായി വ്യക്തിത്വത്തിൽ അനുസരണമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും. നല്ല രീതിയിൽ ജീവിതം ആരംഭിച്ച ചിലർ വഴിതെറ്റിയ ചിന്തകൾക്ക് വശംവദരായി തകർന്നു പോയിട്ടുണ്ട്. കായേനും ഹാബേലും യഹോവയ്ക്ക് കാഴ്ച കൊണ്ടുവന്നു. ഹാബേലിന്റെ കാഴ്ച അംഗീകരിച്ചത് കണ്ട കായേൻ ഹാബേലിനെ വെറുത്തു. ആ ദുഷ്ടചിന്ത ഹാബേലിനെ കൊല്ലുവാൻ കാരണമായി. കടവിൽ കുളിച്ചുകൊണ്ടുവന്ന ബത്സബയെ ശ്രവിച്ച ദാവീദിന്റെ മനസ്സിൽ ദുഷിച്ച ആഗ്രഹങ്ങളുണ്ടായി. ഊറിയായെ കൊല്ലുവാനത് കാരണമായി. ചിന്താമണ്ഡലത്തിൽ താലോലിച്ച അശുദ്ധ ചിന്തകൾ പ്രവൃത്തിയിൽ വന്നു. ദീർഘകാലത്തെ മനസ്സാക്ഷിയുടെ കുത്തലിനും കൈപ്പോടെ പരിതപിക്കുന്നതിനും ഇടയായി. പരാജയവും വിജയവും ചിന്തയിലാണ് ആരംഭിക്കുന്നത്. ഈശോയുടെ പോരാട്ടവും വ്യഥയും കുരിശിൽ വെച്ചായിരുന്നില്ല, ഗത്സമൻ തോട്ടത്തിൽ വെച്ചായിരുന്നു അനുഭവിച്ചത്. ആന്തരിക പോരാട്ടത്തിന്റെ ഫലമായി രക്തത്തുള്ളികൾ രോമകൂപങ്ങളിലൂടെ വാർന്നൊലിച്ച് തറയിൽ വീണു. തോട്ടത്തിൽ വെച്ച് ഈശോ വ്യാകുലപ്പെടുകയും കരയുകയും ചെയ്തു. എന്നാൽ കുരിശിൽ കിടന്നപ്പോൾ ഈശോ പ്രശാന്തനായിരുന്നു. ഈശോയുടെ ചിന്താമണ്ഡലത്തിലെ വേദനയും പോരാട്ടവും ശരീരവേദനയേക്കാൾ രൂക്ഷമായിരുന്നു. ചിന്തയിൽ വിജയിച്ച ഈശോ പിന്നീട് പ്രശാന്തനായി തീർന്നു. ചിന്തകൾ നിയന്ത്രിക്കപ്പെട്ടാൽ വിജയം നിശ്ചയമാണ്. ചിന്തയിലാണ് പ്രവൃത്തി മുട്ടിടുന്നത്. അവിടെ അശുദ്ധ ചിന്തകൾക്കിടം കൊടുക്കരുത്. എന്നാൽ നാം പ്രവൃത്തിയിൽ ഒരിക്കലും തെറ്റുകയില്ല. ചിന്തയിൽ വിജയിച്ചാൽ ബാഹ്യവശത്തും വിജയം സുനിശ്ചയമാണ്. തെറ്റായ ചിന്തകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോടൊത്ത് ചിന്തിക്കുവാൻ, ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.